നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രേവതി സമ്പത്ത കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ രീതിയിൽ തന്നെ ഈ പേര് സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ചർച്ചയായിക്കൊണ്ടേയിരിക്കുകയാണ്. രേവതിയുടെ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ തന്നെ ശക്തമായ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. അത് സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറിയിരിക്കുന്നു, രാജിവെച്ചിരിക്കുന്നതും ഒക്കെ തന്നെയാണ് പ്രധാന ആരോപണത്തിന് പിന്നാലെ സംഭവിച്ച പ്രധാന സംഭവ വികാസങ്ങൾ. അതിന് പിന്നാലെ തന്നെ രേവതി തനിക്കുണ്ടായ മറ്റ് നടന്മാരിൽ നിന്നും ഉണ്ടായ മോശം അനുഭവം തുറന്നു പറയുകയാണ്. തനിക്കുണ്ടായ മോശം അനുഭവം അവർ ഉപയോഗിച്ച അതേ വാക്കുകൾ കൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ രേവതി വെളിപ്പെടുത്തുന്നത്. എന്നാൽ രേവതിയെ വെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ രേവതിയെ പൊളിച്ചടുക്കിക്കൊണ്ട് രണ്ടുപേർ, അഖിൽ മാരാരും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് പെരുമന, ഈ രണ്ടുപേർ രംഗത്ത് വരികയാണ്. ചില തെളിവുകൾ അടക്കമാണ് ഇവർ രണ്ടുപേരും രംഗത്ത് വന്നിരിക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് പെരുമന എഴുതിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. മാധ്യമങ്ങളിലൂടെയുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ആഗോള ചർച്ചയാകുന്ന കാലത്ത് 3 വർഷങ്ങൾക്ക് മുൻപ് റിപ്പോർട്ടർ ചാനലിൽ പ്രസിദ്ധീകരിച്ചതും ഇപ്പോൾ അപ്രത്യക്ഷമായതുമായ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. വാർത്തയുടെ ആധികാരികതയെക്കുറിച്ച് അറിയില്ല. നിരവധിയായ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇപ്പോഴും വാർത്തയുണ്ട്. ലൈംഗിക ആരോപണ വിധേയനായ ഒരാളും അയാളുടെ ഭാര്യയും WCC എന്ന സംഘടനയ്ക്ക് നൽകിയ കത്തും ചില രേഖകളുമാണ് ഇതോടൊപ്പം. മലയാളത്തിലെ മീഡിയ ആക്ടിവിസം നടത്തുന്ന ബാർക്ക് റേറ്റുകളിൽ ഒന്നാമതുള്ള പ്രമുഖ ചാനലായ റിപ്പോർട്ടർ ചാനൽ ഇന്ന് ചർച്ച ചെയ്യുന്ന ഇതേ വിഷയത്തിൽ 3 വർഷങ്ങൾ മുൻപ് നൽകിയ വാർത്തയായതിനാലാണ് ഇപ്പോൾ ഇത് ചർച്ചകൾക്കായി ഇവിടെ പോസ്റ്റുന്നത്. കേവലം 3 വർഷങ്ങൾക്ക് മുൻപ് മാത്രമുള്ള ഈ വാർത്ത എന്തിനാണ് ഇപ്പോൾ റിപ്പോർട്ടർ മുക്കിയത് എന്നതും ഉയർന്നു വരേണ്ട ചോദ്യമാണ്. എല്ലാ വേട്ടക്കാർക്കെതിരെയും പോലീസ് കേസെടുക്കട്ടെ, അന്വേഷിക്കട്ടെ, നെല്ലും പതിരും വേർതിരിയട്ടെ. അതുപോലെ തന്നെ ബ്രേക്കറ്റിനകത്ത് കൊടുത്തിട്ടുള്ളത് വാർത്തയും രേഖകളും തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം റിപ്പോർട്ടർ ചെയ്തതുപോലെ തന്നെ നിരുപാധികം പിൻവലിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ചില പോസ്റ്റിനോടൊപ്പം തന്നെ ചൈനയിലെ കോളേജിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകളും സമർപ്പിക്കുകയാണ്. മാത്രമല്ല, രേവതി സമ്പത്തിനെതിരെ അഖിൽ മാരാറും രംഗത്ത് വന്നിരിക്കുകയാണ്. രേവതി വർഷങ്ങൾക്ക് മുൻപ് ഉന്നയിച്ച പീഡന ആരോപണത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും രേവതിയുടെ പശ്ചാത്തലവുമാണ് അഖിൽ മാരാർ ചൂണ്ടിക്കാട്ടിയത്. ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. രേവതി സമ്പത്ത് ചൈനയിൽ ഉന്നത പഠനത്തിന് പോയപ്പോൾ അവിടെ ഒരു സഹപാഠിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിന് സർവകലാശാലയിൽ നിന്ന് പുറത്തായ വ്യക്തിയാണ് എന്ന് അഖിൽ മാരാർ ആരോപിച്ചു. കൂടാതെ 2021 രേവതി സമ്പത്ത് പുറത്തുവിട്ട പീഡിപ്പിച്ചവരുടെ ലിസ്റ്റിൽ അകപ്പെട്ട ടെലിവിഷൻ താരം ഷിജു അടക്കമുള്ളവർ നിരപരാധികളാണെന്നും അഖിൽ മാരാർ പറഞ്ഞിരുന്നു. 2021 രേവതി സമ്പത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട പീഡിപ്പിച്ചവരുടെ ലിസ്റ്റിൽ ഒരാളായിരുന്നു ഷിജു. അദ്ദേഹം ബിഗ് ബോസ് താരവും ടെലിവിഷൻ ആർട്ടിസ്റ്റുമാണ്. 12 പേരുടെ ലിസ്റ്റ് ആയിരുന്നു രേവതി സമ്പത്ത് പുറത്തുവിട്ടത്. അതിൽ ഷിജുവും ഉണ്ടായിരുന്നു. ലിസ്റ്റ് പുറത്തുവിട്ടതിന് ശേഷം 3 ദിവസത്തേക്ക് രേവതി സമ്പത്ത് നിശബ്ദത പാലിച്ചു. ഈ 3 ദിവസത്തിനിടയിൽ ലിസ്റ്റ് ഉണ്ടായിരുന്ന പലരുടെയും ജീവിതവും താറുമാറായി. 12 പേരിൽ ഒരാളുടെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു. നടൻ ഷിജുവിന്റെ വീട്ടിലും വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി. ഷിജുവിന്റെ മക്കൾ ഉൾപ്പെടെ പ്രയാസത്തിലായിരുന്നു. 4-ാം ദിവസം രേവതി സമ്പത്ത് വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ഇത് പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നാലെയാണ് ഈ കാര്യത്തിൽ രേവതി ഉണ്ടാക്കിയ ഒരു കുക്കപ്പ് സ്റ്റോറിയാണ് ഇത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രേവതിക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെളിവുകൾ അടക്കം ഇപ്പോൾ പുറത്തു വരികയാണ്. രേവതി ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറിൽ കണ്ടറിയാം.